സദസ്സിലിരിക്കുന്നവരോട് സമാധാനമില്ലല്ലോ, സമാധാനമില്ലല്ലോ. പടച്ചവനെ ഇതെന്ത് ജീവിതമാവുസാദ്, പടച്ചവനെ സമാധാനമില്ല. ഒരുപാട് സമ്പത്തുണ്ട്, കിട്ടിയിട്ട് തികയുന്നില്ല. ഭക്ഷണം കഴിക്കുന്നുണ്ട്, വയറ് നിറയുന്നില്ല. ഭാര്യയുടെ കൂടെ കിടപ്പറയിൽ കിടക്കുന്നുണ്ട്, തൃപ്തിപ്പെടാൻ പറ്റുന്നില്ല. 4ഉം 5ഉം 6ഉം മക്കള് നിന്റെ മുമ്പിലുണ്ട്. മുഖത്ത് നോക്കിയാൽ നിന്റെ കണ്ണിന് കുളിർമയില്ല. വീട് ലക്ഷങ്ങൾ ചെലവിച്ച് പണിത് വെച്ചിട്ടുണ്ട്, അതിനകത്ത് കയറിയ സമാധാനമില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിങ്ങളുടെ വീടിനകത്ത് നിന്ന് സമാധാനം പോയി, സന്തോഷം പോയി, റഹ്മത്ത് പോയി, ബറക്കത്ത് പോയി. തമ്മിലടിയാണല്ലോ, കിട്ടിയാ തികയുന്നില്ലല്ലോ, പ്രയാസമാണല്ലോ. അതിന്റെ കാരണം എന്തെന്നറിയോ? അതിന്റെ കാരണം എന്തെന്നറിയോ? നിങ്ങളുടെ വീടിനകത്തിരുന്ന് ഒരാള് കരയുകയാ, നിങ്ങളുടെ വീടിനകത്തിരുന്ന് ഒരാള് കരയുകയാ. ആരാണ് കരയുന്നതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിങ്ങളുടെ എല്ലാവരുടെയും വീടിനകത്ത് ഖുർആനുണ്ടല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എല്ലാവരുടെയും വീടിനകത്തുണ്ടല്ലോ. ഖുർആനില്ലാത്ത വീടുകളില്ല, ഖുർആനില്ലാത്ത വീടുകളില്ല. എല്ലാ വീട്ടിലും ഖുർആൻ വെക്കണമെന്ന് നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനില്ലാത്ത വീട്, എല്ലാവരുടെയും വീടിനകത്ത് പരിശുദ്ധമായ ഖുർആനുണ്ട്. ആ ഖുർആൻ വീടിനകത്തിരുന്ന് കരയുകയാ. നിങ്ങളുടെ വീട്ടിൽ ഖുർആനുണ്ട്, വീട്ടുകാരാ ഖുർആൻ ഓതാതെ വന്നാൽ, നിങ്ങളുടെ വീടിനകത്ത് പരിശുദ്ധമായ ഖുർആനുണ്ട്, ആ ഖുർആൻ ആ വീട്ടുകാര് ഓതാതെ വന്നാൽ ഖുർആൻ കരയും. ഖുർആൻ കരഞ്ഞാൽ അനുഭവിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. നിന്റെ മക്കളെടുത്ത് പറ, എടുക്കാൻ പൊടി തുടയ്ക്കാൻ പരാതിയും. ചെലന്തി വരെ കൂട് വെച്ച് കിടക്കുന്നുണ്ട്, ഉറുമ്പ് വരെ അതിനകത്ത് കൂട് വെച്ച് കിടക്കാം. അള്ളാന്റെ ഖുർആനിനെ ആദരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല. പിന്നെ എങ്ങനെ രക്ഷപ്പെടാനാ വീട്? പിന്നെ എങ്ങനെ രക്ഷപ്പെടാനാ? വീട്ടിൽ വരുന്ന പത്രവും മാസിക വരെ തുടച്ച് സൂക്ഷിച്ചു വെക്കും. ഖുർആൻ അലമാരിയുടെ മുകളിൽ കിടക്കുന്നുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. അപ്പൊ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ മാറണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരണമെങ്കിൽ നിങ്ങൾ ഖുർആനിലേക്ക് മടങ്ങ്, ഖുർആനിനെ സ്നേഹിക്ക്, അതിനെ ആദരിക്ക്. അല്ലാഹു ബഹുമാനിക്കാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം. ബക്കറ ഒന്നുമല്ല, പേടിക്കണ്ട, എല്ലാവർക്കും അറിയണ സൂറത്താണ്. ഏറ്റവും ഖുർആനിലെ ഒരു ചെറിയ സൂറത്താ. ഈ സൂറത്തിനെ നിങ്ങൾ ആരെങ്കിലും സ്നേഹിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. അള്ളാഹു സ്നേഹിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരും വെറുതെ ഓതണ്ട, ആരും വെറുതെ ഓതണ്ട. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഈ ഒരു സൂറത്തിനെ നിങ്ങൾ സ്നേഹിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? വാപ്പാ, നീ അല്ലാഹുവിനോട് എപ്പോഴും ഒരു നല്ല മരണം ചോദിക്കുന്നവനാ. എല്ലാവരും അല്ലാഹുവിനോട് നല്ല മരണം താ, നല്ല മരണം താ, നല്ല മരണം താ എന്ന് റബ്ബിനോട് ചോദിക്കുന്നല്ലോ. അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നല്ല മരണമാണ്. ഈമാനുള്ള മരണം, ഈമാനുള്ള മരണം. പടച്ചവനെ, അല്ലാഹു പറഞ്ഞത് ഈമാനോടുകൂടി മരിക്കണമെന്നാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു പറയുകയാണ്, നിങ്ങൾ മരിക്കുകയാണെങ്കിൽ മുസ്ലിമായിട്ടേ മരിക്കാവൂ, ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടേ മരിക്കാവൂ, ഈമാനോടുകൂടിയേ മരിക്കാവൂ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്തിനെ സ്നേഹിക്കാൻ തീരുമാനിച്ചവര്, ഓതാൻ തീരുമാനിച്ചവര്, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം നല്ല മരണമാണ്. ഒന്നാമത്തെ പ്രതിഫലം വിശദീകരിക്കുന്നില്ല. അല്ലാഹു നിനക്ക് നല്ല മരണം തരും ബാപ്പാ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, രണ്ടാമത്തെ പ്രതിഫലമെന്ത്? രണ്ടാമത്തെ പ്രതിഫലമെന്ത്? നിന്റെ ജനാസ കണ്ടവരാരും നിന്നെ മറക്കൂല, നിന്റെ ജനാസ കണ്ടവരാരും നിന്നെ മറക്കൂല. പടച്ചവനെ, നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാണ്, നിന്റെ ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയാണ്. പല ഉസ്താദന്മാരുടെയും ജനാസ കണ്ടവരാണല്ലോ, പലരുടെയും ജനാസ കണ്ടിട്ടുണ്ട്.
കണ്ടിട്ടുണ്ടല്ലോ, കൊതി തോന്നിയിട്ടില്ലേ വാപ്പാ? നിന്റെ മനസ്സിൽ കൊതി തോന്നിയിട്ടില്ലേ? അപ്പൊ രണ്ടാമത്തെ പ്രതിഫലം, ഒന്ന് നല്ല മരണമാണ്, രണ്ട് നിന്റെ മുഖത്ത് പ്രകാശമാ. നിന്നെ കാണുന്നവരാരും നിന്നെ മറക്കൂല, നിന്നെ കാണുന്നവരാരും നിന്നെ മറക്കൂല. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? പടച്ചവനെ, ഒരു ദിവസം നീ മരിക്കുമല്ലോ. എടാ ചെറുപ്പക്കാരാ, ഫ്ലക്സ് ചുമന്നുകൊണ്ട് നടക്കുന്ന യുവത്വമേ, ഫുട്ബോൾ താരങ്ങളെ രാജാക്കന്മാരെ പോലെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്ന യുവത്വമേ, എടാ അവരെ എടുത്തു മാറ്റിയിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ വിശുദ്ധമായ ഖുർആനിന് നിന്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചാൽ, നീ ഒന്ന് ബഹുമാനിച്ചാൽ, നീ ഒരു സൂറത്തിനെ സ്നേഹിച്ചാ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? എടാ നീ മരിച്ചാ നെയ്മർ വരാറില്ല, അല്ലെങ്കിൽ മെസ്സി വരാറില്ല, ഒരുത്തനും നീ മരിച്ചാ വരാറില്ല. എങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിച്ചാൽ, അല്ലാഹുവിന്റെ ഖുർആനിനെ പാരായണം ചെയ്താൽ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഒരു ദിവസം നീ മരിക്കുമല്ലോ. നിന്റെ വീട്ടുകാർ മുഴുവനും നിന്റെ ജനാസ കുളിപ്പിക്കുകയാണ്. പടച്ചവനെ, ചെറിയ ചൂടുള്ള വെള്ളത്തിന്റെ അകത്ത് നിന്റെ ജനാസ കുളിപ്പിച്ചു, അവിടെ നിന്ന് ഉളുവെടുപ്പിച്ചു. എന്നിട്ട് കുഞ്ഞുങ്ങളെ ചുമന്നുകൊണ്ട് വരുന്നത് പോലെ നിന്നെ എടുത്തുകൊണ്ട് വന്ന് വീടിനകത്ത് വിരിച്ചിട്ടിരിക്കുന്ന 3 കഷ്ടം വെള്ളത്തുണിയുടെ മുകളിൽ കൊണ്ടുവന്ന് നിന്നെ മലർത്തിക്കിടത്തുകയാണ്. എന്നിട്ട് പടച്ചവനെ, പുതിയ വസ്ത്രമതാ ഉസ്താദന്മാര് വന്നു, കുടുംബക്കാര് വന്നു. എന്നിട്ടതാ നിന്നെ അവസാനമായിട്ട് പുതിയ പോകുകയാ. അതാ പഞ്ഞിയെടുക്കുകയാ, കുറച്ചു പഞ്ഞിയെടുക്കുകയാ. മൂക്കിന്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പുതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. കുടുംബക്കാരെല്ലാവരും ഒരുമിച്ചുകൂടി പടച്ചവനെ നിന്റെ മൂക്കിന്റെ ദ്വാരത്തു പഞ്ഞി വെച്ചു. അല്ലാ, കാണേണ്ടവരൊക്കെ കണ്ടു, പുതിയ പോകുകയാ. എല്ലാവരും തിരക്കുകൂട്ടി, എല്ലാവരും തിരക്കുകൂട്ടി. റബ്ബേ, അവസാനം നിന്റെ ജനാസ പൊതിയുകയാ. നിന്റെ ജനാസ പൊതിഞ്ഞു. പടച്ചവനെ, പള്ളിയിൽ നിന്ന് മയ്യത്ത് കട്ടിൽ വന്നു. അതാ ജനാസ എടുത്ത് അതിനകത്തേക്ക് നിന്നെ മലർത്തി കിടത്തി. മയ്യത്ത് കട്ടില് വീടിന്റെ മുമ്പിൽ വന്നു. നിന്റെ ജനാസ അതിനകത്ത് കിടത്തി. ഇനി ആര് ചുമക്കണം? നീ സാധാരണ ആളല്ല, ഇതിലെ നടക്കുന്ന വായി നോക്കി നടക്കുന്നവനല്ല, നീ ഖുർആനിനെ സ്നേഹിച്ചവൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമിനെ ബഹുമാനിച്ചവൻ. നിന്റെ ജനാസ ആര് ചുമക്കണം? കള്ളുകുടിയനോ, നിസ്കരിക്കാത്തവനോ, വ്യഭിചരിച്ച് നടക്കുന്നവനോ, പലിശ തിന്നുന്നവനോ, അഹങ്കാരിയോ? ഇവന്മാരാരുമല്ല നിന്റെ ജനാസ ചുമക്കേണ്ടത്. അതിന് VVIP വരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഫ്ലക്സും ചുമന്ന് നടക്കണ ചെറുപ്പക്കാര് കേട്ടോ, നീ മരിച്ച മെസ്സി വരുവോ, നെയ്മർ വരുവോ? നീ ആരാന്നെങ്കിലും അവൻ അറിയാവോടാ? നീ ആരാന്നെങ്കിലും. എങ്കിൽ അള്ളാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചാൽ VVIPകൾ വരും നിന്റെ മയ്യത്ത് ചുമക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആര് വരും? ആര് വരും? സാക്ഷാൽ സൗദി അറേബ്യയുടെ ഭരണാധികാരി സൽമാൻ വരുവോ? ഓമന്നിട്ട് എന്ത് കിട്ടാനാ? പരിശുദ്ധമായ കഅബാലയത്തിലെ ഇമാം അബ്ദുറഹ്മാൻ സുദൈസി വരുമോ? ഇല്ല. അല്ലാഹുവേ പടച്ചോനെ, നിനക്ക് അതിഥികൾ വരും. എവിടെന്ന്? ആകാശത്ത് നിന്ന് 70,000 മലക്കുകൾ വരും മോനെ നിന്റെ ജനാസ ചുമക്കാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആര് വരും? ആര് വരും? ഞാൻ തെളിവ് പറഞ്ഞു തരൂല്ല, എന്തിനാ പേടിക്കണേ? ചുമ്മാതെ പറയണം. അള്ളാന്റെ മലക്കുകൾ വരുമ്പോ അപ്പൊ നിന്റെ മയ്യത്ത് ചുമക്കാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത മലക്കുകൾ വരും നിന്റെ മയ്യത്ത് ചുമക്കാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.
4, 1 നല്ല മരണം, 2 നിന്റെ മുഖം കണ്ട ആരും നിന്നെ മറക്കൂല, അങ്ങനത്തെ മരണം അള്ളാഹു നൽകുമാറാകട്ടെ. 3 നിന്റെ ജനാസ ചുമക്കാൻ ആര് വരും? മലക്കുകൾ വരും. 4 നിനക്ക് ഖബർ കൊട്ടുന്നവൻ കരയും. നിന്റെ ജനാസ ഖബറടക്കാൻ ഖബർ കുഴിക്കുന്നവൻ അവനെയാ കരയിപ്പിക്കേണ്ടത്, അല്ലാതെ ഉമ്മാനെയും വാപ്പാനെയൊന്നും അല്ല. മരിക്കുമ്പോ ആരെ കരയിപ്പിക്കണം? അവൻ കരയണ ആരും കാണൂല. പള്ളിക്കാട്ടിൽ നിന്ന് ഖബർ കുഴിക്കുമ്പോൾ ഖബർ കുഴിക്കുന്ന മനുഷ്യൻ പോലും നിന്നെ ഓർത്തിട്ട് കരയണം. അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ. തെളിവ് വേണോ? തെളിവ് വേണോ? വെറുതെ പറഞ്ഞതല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയ മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ സഅദ് റളിയല്ലാഹു തആല അൻഹു 30ാമത്തെ വയസ്സിലാണ് മുസ്ലിമാകുന്നത്. പടച്ചവനെ ചരിത്രം പറയുകയാണ്, 36ാമത്തെ വയസ്സിൽ സഅദ് മരണപ്പെട്ടു. 6 കൊല്ലമാണ് ജീവിച്ചത്. 6-8 വർഷമാണ് സഅദ് ജീവിച്ചത്. പക്ഷേ വാപ്പാ നിന്നെ പോലെ 65 കൊല്ലമൊന്നും ജീവിച്ചില്ല. 6 കൊല്ലം മാത്രം ജീവിച്ചിരുന്ന സഅദ് റളിയല്ലാഹു തആല അൻഹു മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാ. അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാണ്. പടച്ചവനെ, ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ സിംഹാസനം 6 കൊല്ലം മുസ്ലിമായി ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാ. പടച്ചവനെ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടവന് മുഴുവനും ചോദിക്കുകയാണ്, ചിരിക്കുകയാണോ സഅദ്? ഉറങ്ങുകയാണോ സഅദ്? എന്ത് മനോഹരമായ മരണം! കൊതി തോന്നുന്ന മരണം, കൊതി തോന്നുന്ന മരണം. 3ാമത്തത് എന്തെന്നറിയോ? സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ ചുമന്നു കൊണ്ടുപോകുമ്പോ സ്വഹാബികൾ പരസ്പരം പറയുന്നു, ഭാരമില്ല, ഭാരമില്ല. ജനാസ ചുമക്കുമ്പോ ഭാരമില്ല. പടച്ചവനെ, സഹാബികൾ നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് തള്ളവിരൽ കുത്തിയിട്ട് നടക്കുകയാ. സഹാബത്ത് നോക്കുമ്പോ നബിതങ്ങള് തള്ളവിരൽ കുത്തിയിട്ട് നടക്കുകയാ. അവര് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്തേ നബിയേ തള്ളവിരൽ കുത്തിയിട്ട് നടക്കുന്നത്? സ്ഥലമില്ല സഹാബ, സ്ഥലമില്ല സ്വഹാബ. 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. എനിക്ക് കാലുകുത്താനേ സ്ഥലമുള്ളൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് തള്ളവിരൽ കുത്തിയിട്ട് നടന്നു പോവുകയാ. മലക്കുകൾ ഇറങ്ങി വന്നു. ചരിത്രം വായിച്ചു നോക്കും മുതഅല്ലിമീങ്ങള്, ഉപ്പമാരെ, പെങ്ങന്മാരെ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖബർ കുഴിക്കുന്ന മനുഷ്യനെ കരയുകയാ. എന്തിനാ കരഞ്ഞതെന്നറിയോ? മണ്ണിന് വല്ലാത്ത സുഗന്ധം, ഖബറിലെ മണ്ണിന് വല്ലാത്ത സുഗന്ധം. പടച്ചുറപ്പേ, ഖബറിനടിയിൽ നിന്ന് ആരും കാണാതെ ഒരു പിടി മണ്ണ് വാരി മടിയിൽ വെച്ചു. ജനാസ ഖബറടക്കി. ഖബർ കുടിക്കുന്ന മനുഷ്യൻ തന്റെ വീട്ടിൽ ചെന്നു, മണ്ണെടുത്ത് മാറ്റി വെച്ചു. രാത്രിയായപ്പോ സുബ്ഹാനല്ലാഹ്, വീടിനകത്ത് വല്ലാത്ത പരിമളമോ, വീടിനകത്ത് വല്ലാത്ത സുഗന്ധമോ. എവിടെ നിന്നാണ് പടച്ചവന്? എവിടെ നിന്നാണ് പടച്ചവന്? ആ ഖബർ കുഴിച്ച മനുഷ്യനുണ്ടല്ലോ, തന്റെ വീടിനകത്ത് കിടന്ന് തിരയുകയാണ്. എവിടെ നിന്നാണ് സുഗന്ധം അടിക്കുന്നതെന്നറിയോ? സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിനകത്ത് നിന്ന് വാരിയ മണ്ണിനകത്താ. അത് കസ്തൂരിയെ പോലെ സുഗന്ധമുള്ളതായി. ആ ഖബർ കുടിച്ച മനുഷ്യന് സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വപ്നം കണ്ടു. അവിടുന്ന് ചോദിച്ചു, സഅദേ, ഈ പ്രതിഫലം എങ്ങനെയാ കിട്ടിയത്? നീ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയല്ലോ, നിന്റെ മുഖത്ത് പ്രകാശമായിരുന്നല്ലോ, ജനാസയ്ക്ക് ഭാരമില്ലായിരുന്നല്ലോ, അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വന്നല്ലോ, ഖബറിലെ മണ്ണിന് പോലും സുഗന്ധമായിരുന്നല്ലോ. എന്ത് നന്മയാ ചെയ്തത്? സഅദ് തങ്ങൾ പറഞ്ഞു, ഞാൻ ഖുർആനിനെ സ്നേഹിച്ചു, ഞാൻ സുന്നത്ത് നോമ്പിനെ സ്നേഹിച്ചു. ഇതിന് പകരം എനിക്ക് റബ്ബ് തന്ന പ്രതിഫലമാണെന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ,
സ്നേഹിക്കണേ അള്ളാന്റെ ഖുർആനിനെ, ആദരിക്കണേ അള്ളാന്റെ ഖുർആനിനെ. ഏത് സൂറത്തിനെ എന്നറിയോ? ഏത് സൂറത്തിനെ എന്നറിയോ? നബി തങ്ങളുടെ മുന്നിൽ സ്വഹാബികൾ വന്നിട്ട് പരാതി പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്. നബിയുടെ മുന്നിൽ സ്വഹാബത്ത് വന്നിട്ട് പറഞ്ഞു, നബിയേ ഞങ്ങളുടെ ഇമാമ് എപ്പോൾ നിസ്കരിക്കുമ്പോഴും കുൽഹു അല്ലയാ ഓതുന്നേ, സൂറത്തുൽ ഇഖ്ലാസ്. എപ്പോഴും നിസ്കരിക്കുന്ന സമയത്ത് സൂറത്തുൽ ഇഖ്ലാസ് ആണ് ഓതുന്നത്, വലിയ സൂറത്തൊന്നും ഓതുന്നില്ല. പരാതി പറഞ്ഞപ്പോ സഹാബിയെ വിളിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തിനാ എപ്പോൾ നിസ്കരിക്കുമ്പോഴും ഇഖ്ലാസ് ഓതുന്നത്? ആ സഹാബി പറഞ്ഞു, എനിക്ക് ആ സൂറത്ത് വലിയ ഇഷ്ടമാണ് നബിയെ. എന്തുകൊണ്ട്? അള്ളാഹയെ കുറിച്ച് പറയുന്നത് കൊണ്ട്, തൗഹീദിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് എനിക്ക് ആ സൂറത്ത് വല്ലാത്ത ഇഷ്ടമാ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എല്ലാം അല്ലാഹുവിനെ കുറിച്ച് പറയുന്നത് കൊണ്ട്. നബി തങ്ങൾ പറഞ്ഞു പൊക്കൊള്ളാൻ. പരാതി പറഞ്ഞവരോട് പറഞ്ഞു, ആ സ്വഹാബി സ്വർഗ്ഗത്തിലാ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഏത് സൂറത്തിനെ സ്നേഹിക്കണം? ഏത് സൂറത്തിനെ സ്നേഹിക്കണം? ഓതാൻ അറിയാത്ത ഒരു മഖ്ലൂക്കും ഇല്ല, എല്ലാവർക്കും അറിയാം. അൽഹംദുലില്ലാഹ്, സ്നേഹിക്ക്, ഓത്. മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഖ്തിമഹ 10 മറ ബനല്ലാഹു ലഹു ഖസറൻ ഫിൽ ജന്ന. അഞ്ചാമത്തെ പ്രതിഫലം. 1 നല്ല മരണം, 2 നിന്റെ മുഖത്ത് പ്രകാശവും ചുണ്ടിൽ പുഞ്ചിരി, 3 നിന്റെ ജനാസ ചുമക്കാൻ മലക്കുകൾ വരും. അൽഹംദുലില്ലാഹ്, മയ്യത്തിന് ഭാരമില്ലായിരുന്നു. 4 ഖബറിലെ മണ്ണിന് സുഗന്ധം. 5 ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ സൂറത്ത് 10 പ്രാവശ്യം ഓതിയാൽ അള്ളാഹു സ്വർഗത്തിൽ അവനൊരു കൊട്ടാരം പണിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ അവഗണിച്ച് നടക്കുന്നവർ, അതിനെ പരിഗണിക്കാത്തവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിലിരിക്കുന്ന ചില മക്കൾ ചോദിക്കാറുണ്ട്, ഉസ്താദേ എന്റെ വാപ്പയ്ക്ക് പ്രായമായി, വാപ്പയുടെ മുടിയെല്ലാം നരച്ചു, തൊലിയെല്ലാം ചുളുങ്ങി, വാപ്പാൻ ഒരുപാട് രോഗങ്ങളായി, കൂടപ്പിറപ്പുകൾ ഖബറിനകത്തെത്തി, എന്നിട്ടും എന്റെ വാപ്പ നന്നാകുന്നില്ലല്ലോ. 50ഉം 60ഉം വയസ്സായിട്ട് മുപ്പയുടെ ദുശ്ശീലങ്ങള്, ദുസ്വഭാവങ്ങൾ മാറുന്നില്ലല്ലോ. അവിടുത്തെ ചീത്തയാണ് പറയുന്നത്. ഉപ്പ ഇപ്പോഴും വ്യഭിചരിക്കുന്നുണ്ട് ഉസ്താദ്, ഉപ്പ കള്ളു കുടിക്കുന്നുണ്ട് ഉസ്താദ്, ഒരു വഖത്ത് പോലും എന്റെ വാപ്പ നമസ്കരിക്കാറില്ല, അല്ലാഹുവിന്റെ ഖുർആൻ കൈകൊണ്ട് തുറാറില്ല, ആര് ഉപദേശിച്ചാലും ഉപ്പ നന്നാകുന്നില്ല. മക്കള് ദുആ ചെയ്യുന്ന പടച്ചവനെ, എന്റെ വാപ്പയെ നീയൊന്ന് നന്നാക്കണേ അല്ലാ. വാപ്പ നന്നാകാൻ ദുആ ചെയ്യുന്ന മക്കള്, പടച്ചവനെ 50ഉം 60ഉം വയസ്സ് കഴിഞ്ഞു, ഉമ്മ 24 മണിക്കൂറിലധികം സമയവും സീരിയലിന്റെ മുമ്പിലാണ്, TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഏഷണിയും പരദൂഷണവും മാത്രമേ പറയാറുള്ളൂ, നിസ്കരിക്കാറില്ല, ഖുർആൻ ഓതാറില്ല, ഒരു നന്മയും ഉമ്മ ചെയ്യാറില്ല, ഉപദേശിക്കുന്നവരെ കളിയാക്കുമല്ലോ. പടച്ചവനെ, മക്കള് ദുആ ചെയ്യുന്ന ഉമ്മയൊന്ന് നന്നാക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ മാതാപിതാക്കളും ദുആ ചെയ്യുന്നു. എന്റെ മക്കള് കള്ളു കുടിക്കുന്നു ഉസ്താദ്, എന്നെ തല്ലുകയാണ്, എന്നെ ചീത്ത വിളിക്കുകയാണ്. പടച്ചവനെ, മാതാപിതാക്കളെ വല്ലാതെ വേദനിപ്പിക്കുന്ന മക്കളുണ്ടല്ലോ, ആരും ഉപദേശിച്ചിട്ടും നന്നാകാത്ത മക്കള്. മാതാപിതാക്കള് തന്നെ ദുആ ചെയ്യുകയാണ്, എന്റെ മക്കളെ നന്നാക്കണേ അല്ലാ. ഒരു സൈഡിൽ വാപ്പ, ഒരു സൈഡിൽ ഉമ്മ, മറു സൈഡിൽ മക്കള്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് തന്നെ അത്ഭുതം തോന്നുകയാണ്. പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാ. 18 വയസ്സുള്ള ഒരു പെൺകുട്ടി അമുസ്ലിമായ ഒരു ചെറുപ്പക്കാരനുമായി പ്രണയമാവുകയാണ്. അവസാനം തലയ്ക്ക് പിടിച്ചു, അവള് വീട് വിട്ട് വെളിയിലിറങ്ങുകയാണ്. അവസാനം അവളെ പിടിച്ചു വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ 18 വയസ്സുള്ള പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പടച്ചവനെ, എല്ലാവരും തല്ലുകയാണ്. അവൾ ദേഷ്യം കാരണം അവളെ തല്ലുകയാണ്. എത്ര തല്ലുകൊണ്ടിട്ടും അവളുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. തന്റെ പൊന്നാര മകളെ തല്ലുന്നത് കാണുമ്പോ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നത് പ്രസവിച്ച മാതാവുണ്ടല്ലോ, തന്റെ പൊന്നാര മകളെ തല്ലുന്നത് കണ്ടപ്പോ സഹിക്കാൻ കഴിയാതെ ഓടിച്ചെന്ന് തന്റെ പൊന്നുമകളെ കെട്ടിപ്പിടിച്ചിട്ട് യാചിക്കുകയാ. വേണ്ട മോള്, അവനുമായി നിനക്കൊരു ജീവിതം വേണ്ട, അവനെ ഒഴിവാക്കണം മോള് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട
മാതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊന്നുമകളുടെ കൈ പിടിച്ച് കരയുകയാ. ആ പെണ്ണിന്റെ തീരുമാനത്തിൽ ഒരു മാറ്റമില്ല. ജന്മം കൊടുത്ത പിതാവുണ്ടല്ലോ, എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കുന്ന ഉപ്പയുണ്ടല്ലോ. തന്റെ പൊന്നാര മകളുടെ മുന്നിൽ ചെന്ന് സമാധാനത്തോടെ നിറകണ്ണുകളോട് അവിടെ എന്ന് പറയുന്നു, മോളെ ഉപ്പാന നാണം കെടുത്തല്ലേ, ഇനി നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്താൻ കഴിയില്ല, ആത്മഹത്യ ചെയ്യലല്ലാതെ വേറൊരു വഴിയുമില്ല മോള്. നിന്റെ കൂടപ്പിറപ്പുകൾക്ക് ഇനി ഒരു നല്ല ജീവിതം അവിടെ നിന്ന് കിട്ടൂല. എന്റെ പൊന്നുമോൾ അവനെ മറക്കണമെന്ന് 18 വാരിയോട് തന്റെ പ്രിയപ്പെട്ട പിതാവ് കടന്ന് യാചിക്കുമ്പോ അവരുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. കുടുംബക്കാര് വന്നു, കാരണവന്മാര് വന്നു, കൂട്ടുകാര് വന്നു, കമ്മറ്റിക്കാര് വന്നു, പള്ളിയിലെ ഉസ്താദ് വന്നു. മരണവും ഖബറും നരകവും പരലോകവും മസ്സറയും സിറാത്തുമല്ല ആ പെണ്ണിന്റെ മുന്നിൽ പറഞ്ഞു കൊടുത്തു. ഈമാനില്ലാതെ മരിച്ചു പോകും പെണ്ണേ, നീ അല്ലാഹനെ മറക്കല്ലേ, ദീനിനെ നാണം കെടുത്തല്ലേ. നീ എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ആ പെണ്ണിന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല. അവസാനം കോടതിയിൽ വെച്ച് ജഡ്ജി ചോദിക്കുന്നു, ആരെ വേണം? 18 കൊല്ലം പോറ്റി വളർത്തിയ മാതാപിതാക്കളെ വേണോ? അവരുടെ മതം വേണോ? അതോ ഇന്നലെ പരിചയപ്പെട്ടവനെ വേണോ? ആ പെൺകുട്ടി ഒരു പേടിയുമില്ലാതെ പറയുന്നു, എനിക്ക് ഇന്നലെ കണ്ടവനെ മതി എന്ന് പറഞ്ഞു അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ടൊരു പേടിയില്ലാതെ ഒരു നാണമില്ലാതെ മാതാപിതാക്കൾ കോടതിയുടെ വരാന്തയിൽ കിടന്ന് നിലവിളിക്കുമ്പോ അവരുടെ കണ്ണിന്റെ മുന്നിലൂടെ നടന്നുപോയി. അവസാനം അവരുടെ ദേവാലയത്തിൽ പോയി വിവാഹം കഴിച്ചു. അതിന്റെ ഫോട്ടോ പോലും എടുത്ത് സ്റ്റാറ്റസ് വെക്കുന്ന പെണ്ണുകുട്ടികളെ കാണുമ്പോ ഉമ്മ ചോദിക്കുന്നു, അല്ലാ എന്റെ പൊന്നുമോൾ ഇങ്ങനെയായിരുന്നില്ലല്ലോ, എന്റെ കണ്ണ് നിറഞ്ഞാൽ എന്റെ മകൾക്ക് സഹിക്കില്ലായിരുന്നു. പടച്ചവനെ, എന്റെ പൊന്നുമോൾക്ക് എന്തു പറ്റി? എന്തേ ഇവളുടെ മനസ്സ് കരിമ്പാറയെ പോലെ ആയിപ്പോയത്? അതിനുള്ള കാരണമാടോ ഞാൻ പറയുന്നത്. പ്രായം ചെന്നിട്ടും നന്നാകുന്നില്ല, എത്ര ഉപദേശിച്ചിട്ടും നന്നാകുന്നില്ല. അതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ വാക്കുകൾ, കലാമുകൾ, ആയത്തുകൾ കേട്ടിട്ട് അത് പരിഗണിക്കാതെ നടക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ വൈൻ തദഊഹും ഇലൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ വൈൻ തദഊഹും ഇലൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. അല്ലാഹുവിന്റെ കലാം കേട്ട് പരിഗണിക്കാതെ നടക്കുന്ന ഒരു മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ, അവരുടെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ വെളിച്ചം പിന്നെ കേറൂല, ഹിദായത്ത് കേറൂല, ഈമാൻ കേറൂല. നീയൊക്കെ തലകുത്തി കിടന്ന് ഉപദേശിച്ചാലും അവര് നന്നാകില്ല, നന്നാക്കാൻ നിന്നെ കൊണ്ട് പറ്റുകയില്ല. നീ നിന്റെ 18കാരിയുടെ മുമ്പിൽ ഉമ്മ പറഞ്ഞു, വാപ്പ പറഞ്ഞു, കൂടപ്പിറപ്പ് പറഞ്ഞു, കുടുംബക്കാര് പറഞ്ഞു, നാട്ടുകാര് പറഞ്ഞു, കൂട്ടുകാര് പറഞ്ഞു, പള്ളിയിലെ ഉസ്താദ് നരകവും മരണവും പറഞ്ഞു. എന്നിട്ടും അവള് നന്നാകാത്തതിന്റെ കാരണം നിങ്ങളാരും പറഞ്ഞതവള് കേട്ടില്ല, നിങ്ങളാരും പറഞ്ഞതവള് കേട്ടില്ല. വൈദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഗൂ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, ഈ 18കാരിയെ വിളിച്ചിരുത്തിയിട്ട് ഉപദേശിച്ചിട്ട് ഇവള് നന്നാകാത്ത എന്തുകൊണ്ടാ? നീ എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല. അവളുടെ ചെവിയും അവളുടെ ഹൃദയവും അല്ലാഹു അടച്ച് സീല് വെച്ചിരിക്കുകയാ. നിങ്ങൾ പറയുന്നത് അവൾ കേൾക്കില്ല, അവളുടെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ വെളിച്ചം കേറൂല. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ.